ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഏകദേശം 50 കിങ് സീരീസിൻ്റെ മോസ്റ്റ് ടോപ്പിക്സും ഇതോടുകൂടി കംപ്ലീറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിമൈനിങ് ഉണ്ട്. അത് നമുക്ക് വരുന്ന സീരീസിൽ നോക്കാൻ പറ്റുന്നെങ്കിൽ നോക്കാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സ്പീഡിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു സ്പീഡ് മോക്ക് പോലെ പോയായിരുന്നു. ഇതിൻ്റെ ടോപ്പിക് വൈസ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാം കൂടി റിവിഷൻ പോലെ പോയി. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെഷൻ, അതായത് ടോപ്പിക് വൈസിൻ്റെ ലാസ്റ്റ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കാം, റെലവൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ലെൻറ്റ് 26,000 രൂപ ടു ബി ഫോർ 2 years ആൻഡ് 15,000 rupees ടു സി ഫോർ 4 years. ഹി റിസീവ്ഡ് ഓൾ ടുഗദർ 8,960 രൂപ ആസ് സിംപിൾ ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത്. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്? ഓക്കെ, അപ്പോൾ നോക്കിയേ, 26,000 രൂപ രണ്ട് വർഷം. റേറ്റ് പെർസെൻറ്റേജ് സെയിമാണ്, ഞാൻ 6 വിളിച്ചു. ഓക്കെ, ഇതാണ് റേറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഒരു വർഷം 6% കിട്ടും. അങ്ങനെ 2 വർഷം കൊണ്ട് 2% കിട്ടും. എന്തിൻ്റെ? ബിക്ക് കൊടുത്ത എമൗണ്ട് 26,000 രൂപയാണ്. 26,000 രൂപയുടെ 2% പലിശയായിട്ട് വരും. അപ്പം 26,000 ഇൻറ്റു 2R/100, 2R%. 26,000 2R% എത്ര? ഇൻറ്റു 2R/100. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ നിൽക്കല്. വാലറ്റത്ത് 0 സംഖ്യയുടെ കൂടെ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും 2 zeros പോകും. അപ്പം 260 520 R പ്ലസ് ഇനിയും സിക്ക് കൊടുത്തത് 15,000 രൂപ. അത് 4 വർഷം കിടക്കും. അപ്പം 4 വർഷം കൊണ്ട് സെയിം R% 1 വർഷം കിട്ടും പലിശ. അങ്ങനെ 4 വർഷം കൊണ്ട് 4R% കിട്ടും. എന്തിൻ്റെ 4R%? സിക്ക് കൊടുത്ത പ്രിൻസിപ്പിളിൻ്റെ 4R% എനിക്ക് പലിശയായിട്ട്, അല്ലെങ്കിൽ എക്ക് പലിശയായിട്ട് കിട്ടും. അപ്പം അതെത്ര? 15,000ൻ്റെ 4R%. 0 പോകും. ഇതിങ്ങനെ എഴുതാൻ നിൽക്കില്ല, ഡയറക്റ്റ് നിങ്ങളിങ്ങനെ ചെയ്തോണം. ഓക്കെ, 15 × 6 600 R. ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലേ? ബിയുടെ കയ്യിൽ നിന്നും സിയുടെ കയ്യിൽ നിന്നും എക്ക് കിട്ടിയ പലിശ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അത് എത്ര രൂപയാണ്? 8,960 rupees. അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,120 R എന്ന് പറയുന്നത് 8,960 ആണ്. എങ്കിൽ R എന്ന് പറയുന്നത് 0 പോവും. 896/112. അപ്പോൾ 112നെ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 896 കിട്ടും. അതായത് വാലറ്റത്ത് 2 യൂണിറ്റ് ഡിജിറ്റ്. അപ്പോൾ 112ൻ്റെ കൂടെ 8 അവസാനിക്കുന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ വാലറ്റത്ത് 6 കിട്ടത്തുള്ളൂ. അതായത് 2 × 8 എത്ര ആയിരിക്കും? 16. അപ്പോൾ 2 അവസാനിക്കുന്ന 8 അവസാനിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ്സ് ആണെങ്കിലും 2 × 8 ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിജിറ്റിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ 112നെ ഈ ഓപ്ഷനിൽ നിന്ന് ഏതോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാലറ്റത്ത് 6 896 കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് ഏത് മാത്രമേ പറ്റത്തുള്ളൂ? 8% അല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി ആൻസർ കാൽക്കുലേറ്റ് ചെയ്തോണം. ഓപ്ഷൻ 8% ആയിരിക്കും. ഫുള്ള് ചെയ്യാനായിട്ട് നിൽക്കല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 3 വിൽ ബി യുവർ ആൻസർ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഓക്കെ, ഒരു എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് 2 വർഷം കഴിഞ്ഞപ്പോൾ 1,980 രൂപയായി. ഇനി ആ സെയിം എമൗണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ 2,070 രൂപയായി. അതായത് വർഷങ്ങളുടെ വ്യത്യാസം. 1 വർഷം കൊണ്ട് എത്ര രൂപ അക്യൂമുലേറ്റ് ആയി? 1 വർഷം കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും രൂപയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും രൂപയായി. അപ്പോൾ 1 വർഷം കൊണ്ട്, അതായത് ഈ ഒരു ഗ്യാപ്പിനിടയ്ക്ക് 3ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ആ ഒരു വർഷം എത്ര വർധനവുണ്ടായി? 2,070 മൈനസ് 1,980 എത്ര? 20 70 90 രൂപ. ഓക്കെ, അപ്പോൾ 1 വർഷം കൊണ്ട് 90 രൂപ ഇൻക്രീസ് ആയാണ് പോകുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇൻക്രീസ് ആവുന്ന അല്ലെ അഡീഷണൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. 1 വർഷം 90 രൂപ കിട്ടും. അങ്ങനെ എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 1,980 ആയി. അതായത് 1 വർഷം കൊണ്ട് 90 കൂടുമെങ്കിൽ 2 ഇയർ കൊണ്ട് എത്ര കൂടും? അതായത് 1 ഇയർ 2 ഇയർ ആയത് ഇരട്ടിയായി. അപ്പം പൈസയും ഇരട്ടിയാവും. ഇൻറ്റു 2 180 rupees. 90 180. ഓക്കെ, അപ്പോൾ 2 വർഷം കൊണ്ട് 180 രൂപ. അതായത് ആദ്യം എത്ര എമൗണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ 2 വർഷത്തെ 180 കൂടെ ചേർന്നപ്പോഴാണ് എത്ര വന്നത്? 1,980 രൂപ. അതെങ്കിൽ ആദ്യം ഇട്ട പ്രിൻസിപ്പിൾ അല്ലെ സമ്മെന്ന് പറയുന്നത്
1800 റുപ്പീസ് ആയിരിക്കും. P = 1980, ഇത് അപ്പുറത്തോട്ട് പോകും, -180. അപ്പോൾ P = 1800 രൂപ എന്നിട്ട് ഓപ്ഷൻ ഡി അല്ലെ 4 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? അങ്ങനെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ. A certain sum amounts to rupees 9648 in 4 years and to 11484 in 7 years at the same rate % per annum at the simple interest. Sum is okay. അപ്പോൾ നോക്കിക്കേ, ഒരു സം ഇട്ടു, നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, എത്ര രൂപ ഇട്ടു, അത് 4 വർഷം കഴിഞ്ഞപ്പോൾ 9648 രൂപയായി. ആ സെയിം പൈസ 7 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായി? 11484 രൂപയായി. അതായത് ഈ 7ഉം 4ഉം, ഈ 4ൽ നിന്ന് 7 വർഷം വരെ വരുന്ന 3 വർഷത്തെ ഗ്യാപ്പിൽ എത്ര രൂപ കൂടി? ആ ഒരു ടൈം ഗ്യാപ്പിൽ വന്ന വർധനവ് എത്ര? ഇൻക്രീസ്. 3 ഇയർ കൊണ്ട് ഈ രൂപ ഈ രൂപയിലോട്ട് എത്തി. അതായത് 11484 - 9648. അപ്പം 52 വരാൻ നേരം 382 100 484 6 13 1836. അതായത് 3 വർഷം കൊണ്ട് 1836 രൂപ കൂടി അല്ലേ? 3 വർഷം കൊണ്ട് 1836 രൂപ കൂടി. അങ്ങനെയെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര രൂപ കൂടും? 1836/3. ഇത് മനക്കണക്ക് ചെയ്തേ. 3 വർഷം കൊണ്ട് 1836 കൂടിയെങ്കിൽ ഒരു വർഷം കൊണ്ട് 1836/3 എത്ര വരും? 18/3 6 0 36 അല്ല 6 612 രൂപ. 18-നകത്ത് 3 6 തവണ അടങ്ങും, 36-നകത്ത് 3 12 തവണയുണ്ട്. അപ്പോൾ 612 റുപ്പീസാണ് ഒരു വർഷം കൊണ്ട് കൂടുന്നത്. അപ്പോൾ ഓരോ ഇയറിലും എത്ര വെച്ച് ഈക്വലായിട്ട് കൂടും. ആ ഓരോ വർഷവും കൂടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അഡീഷണൽ കൂടുന്ന പൈസ. അപ്പോൾ ഒരു വർഷം കൊണ്ട് 612 രൂപ കൂടും എങ്കിൽ 4 വർഷം കൊണ്ട്, ഒരു വർഷം കൊണ്ട് 612 കൂടുമെങ്കിൽ 4 വർഷം കൊണ്ട് എത്ര രൂപ കൂടും? 612 കൊണ്ട് ചെയ്യാൻ നേരം 2400-ഉം 2448 രൂപ. 2448 രൂപ കൂടിയിട്ടാണ് 4 വർഷം കഴിഞ്ഞപ്പോൾ 9648 ആയത്. അതായത് ഒരു എമൗണ്ട് ഇട്ടായിരുന്നു, അതിൻ്റെ കൂടെ 2448 രൂപയും കൂടെ വന്നപ്പോഴാണ് 9648 രൂപ ആയത്. എങ്കിൽ ഇട്ട സമ്മല്ലേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 9648 - 2448 എത്ര വരും? 7200 ആയിരിക്കും ആൻസർ വരുന്നത്. ആൻസർ 7200 റുപ്പീസ് വിൽ ബി മൈ പ്രിൻസിപ്പിൾ ഓർ സം ലെൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 2 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് വെറാന്ത റേസിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്സിൻ്റെയും ഇംഗ്ലീഷ്, റീസണിങ്, മാത്സ് ആൻഡ് ഹിസ്റ്ററി, പോളിറ്റി, എക്കണോമി, ജനറൽ സയൻസ് മുതലായ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഫസ്റ്റ് 3 ടോപ്പിക്സിനെ റിവോൾവ് ചെയ്തിട്ട്, അതായത് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്ങിനെ അറൗണ്ട് ചെയ്തിട്ടുള്ള വർക്കൗട്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് ബേസിക് സർക്കിൾ എന്ന് പറയുന്ന രണ്ടാമത്തെ സെഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് പഠിച്ചു എക്സാമിന് എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് അതിനെയും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. എസ്പെഷ്യലി 3 സബ്ജക്റ്റ്, GK ഒഴികെയുള്ള സബ്ജക്റ്റ് മാക്സിമം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സെഷൻ ആയിരിക്കും ബേസിക് സർക്കിൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഗ്രൂപ്പ്സ് ആക്കി, സർക്കിൾസ് ആക്കി ഇരുത്തും. അതാണ് പേരിൽ ബേസിക് സർക്കിൾ എന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാർ കമ്പൈൻ സ്റ്റഡി ചെയ്യാനായിട്ട് കാണും. ആൻഡ് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും നിങ്ങളെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ടും കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിൾ കുറച്ചുകൂടെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻഡ് ദൈർഘ്യമേറിയ ഒരു സെഷനും കൂടെ ആയിരിക്കും. കാരണം ബേസിക് ഒക്കെ സെറ്റ് ആയെങ്കിൽ നിങ്ങൾക്കൊരു എലിജിബിലിറ്റി ടെസ്റ്റ് കാണും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിളിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും എക്സ്ട്രീം സർക്കിളിൽ. ഒരു 2 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും, ബേസിക് സർക്കിളൊക്കെ കഴിഞ്ഞ് 2 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും, അത് രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞ് 2 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ബേസിക്കും ഇതുവരെയുള്ള സെഷൻസും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു നോക്കണം. അപ്പോൾ എക്സ്ട്രീം സർക്കിളിലും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് ഫർദർ മെൻറ്റർ സപ്പോർട്ട് തരാനുമായിട്ട് മെൻറ്റേഴ്സ് കാണും. അതിനുശേഷം വരുന്ന സൂപ്പർ ബാച്ച് ആയിരിക്കും. ഓരോ എക്സാമിനും സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സൂപ്പർ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഇപ്പോൾ CPOയുടെ പരീക്ഷ വരുന്നുണ്ടെങ്കിൽ അതിനൊരു 1 മാസം 2 മാസം മുമ്പ് ഒരു സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് തുടങ്ങും. അപ്പോൾ ആ ഫോക്കസ് ബാച്ചിൽ നിങ്ങൾക്ക്
ഒരു മെറ്റീരിയൽ വർക്കൗട്ട് ചെയ്യാൻ തരും. അവിടെ നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. ആൻഡ് അവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. സോ ദാറ്റ് ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ക്രാഷ് കോ അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതിനുശേഷം വരുന്ന റിയൽ ഇൻറ്റൻസി പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി നിങ്ങളൊക്കെ കുറേയൊക്കെ ചെയ്തു, സൂപ്പർ ബാച്ച് വരെയൊക്കെ ക്ലിയർ ആയെങ്കിൽ ഇനി അങ്ങോട്ട് എക്സാം വരാൻ ടൈമുണ്ട്. അപ്പോൾ നിങ്ങളെ വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ കംപ്ലേസൻ്റ് ആയിട്ട് ഇരുന്ന് പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. സോ ദാറ്റ് നിങ്ങൾ ഓൾറെഡി ഏത് ലെവലിലാണോ അത് ഫർദർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനൽ സെക്ഷൻ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. ബാങ്ക് പി യു എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ റൗണ്ടാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ ഏത് എറ്റിക്വറ്റിൽ നിങ്ങൾ അപ്പിയർ ചെയ്യണം, അവിടെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു എൻറ്റയർ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് ഫൈനൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫൈനൽ ലെവലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അവയർനെസ്സും കൂടെ നിങ്ങൾക്ക് റിയൽ ടൈമിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ, ഇൻവോൾവ് ആയിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ ഓഫ്ലൈനിലും, മറിച്ച് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ കോച്ചിങ് ആയിരിക്കും കുറച്ചുകൂടെ പ്രിഫറബിൾ. അങ്ങനെയെങ്കിൽ ആ നമ്പറിലും ഓൺലൈനിൽ തന്നേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഏതേ. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? മൊത്തത്തിൽ ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പാതി 1/2 6% പലിശ നിരക്കിൽ എ ഇട്ടു. ആൻഡ് ആ ടോട്ടൽ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു അതിൻ്റെ 4/1 1/4 പാർട്ട് 8% ആരിട്ടു? ബിയു ഇട്ടു. അപ്പോൾ ടോട്ടൽ അവർക്ക് കിട്ടുന്നത് ആൻഡ് റിമൈനിങ് അറ്റ് 12%. അപ്പോൾ ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം, നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി മസ്റ്റായിട്ടും വാച്ച് ചെയ്യണം. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ ഡീവിയേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ എൻ്റെ കയ്യിൽ 4 യൂണിറ്റ് അല്ലെങ്കിൽ 4 രൂപ 4 യൂണിറ്റ് രൂപയുണ്ടെന്ന് വെച്ചോ. ഇതിൻ്റെ പാതി എത്ര? ഇതിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 യൂണിറ്റ്, ബിൻ്റെ കയ്യിലോ ഇതിൻ്റെ 1/4, 4ൻ്റെ 1/4 1 യൂണിറ്റ്. ഇനി റിമൈനിങ് എത്ര? 2 1 ഓൾറെഡി എയും ബിയും കൂടെ 3 ഒക്കുപ്പൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിമൈനിങ് 4ൽ നിന്ന് 3 പോയ 1 യൂണിറ്റ് ആർക്കാ? ഓക്കെ, ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് 1 യൂണിറ്റ് രൂപയാണ്. ഇനി ഇത്രയും രൂപ ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്? എ 6%, അപ്പം 6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ബിയോ 1 യൂണിറ്റ് രൂപ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഡിപ്പോസിറ്റ് ചെയ്യും. റിമൈനിങ് വന്നത് 12%-ലും ഡിപ്പോസിറ്റ് ചെയ്യും. ഇനി ഞാൻ അസ്യൂം ചെയ്യണം, അതായത് ഇത് 3ഉം കൂടെ ചേരുമ്പോൾ എനിക്ക് ഏത് എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് ഞാനിവിടെ 6, 8, 12 ഇതിലേതെങ്കിലും ഒരെണ്ണം എനിക്ക് അസ്യൂം ചെയ്യാം. അപ്പം സപ്പോസ് ഞാൻ അറ്റ്ലീസ്റ്റ് 6% എങ്കിലും കിട്ടും. അതായത് ഇത് 3ഉം കൂടെ ചേരാൻ നേരം 3ൻ്റെയും കൂടെ അഗ്രിഗേറ്റ് അല്ലെ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് മിനിമം 6 കാണും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അസ്യൂം ചെയ്തു, 6% അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ഡീവിയേഷൻ നോക്കും. അതായത് നോക്കിക്കേ, എ എത്ര പെർസെൻറ്റേജിലായിട്ട്? 6%. അപ്പോൾ ഈ 6-നേക്കാൾ 6 തമ്മിലുള്ള വ്യത്യാസം 0. അങ്ങനെ 2 യൂണിറ്റ് രൂപ എഫക്റ്റീവ് റേറ്റ് 0. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ 0 പ്ലസ്. ഇനി നോക്കിയേ, ബിൻ്റെത് 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാണ്. അപ്പോൾ എഫക്റ്റീവ് റേറ്റുമായിട്ടുള്ള വ്യത്യാസം 2%. അങ്ങനെ എത്ര യൂണിറ്റ് രൂപ ഇട്ടു? 1 യൂണിറ്റ് രൂപ പ്ലസ് അടുത്തത് എത്ര ഡിഫറൻസ്? അടുത്തത് 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. അത് എഫക്റ്റീവ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം 6%. അപ്പോൾ 6%-ൽ 1 യൂണിറ്റ് രൂപ ഇട്ടു. അപ്പോൾ മൊത്തത്തിൽ എത്ര ആയി? എഫക്റ്റീവ് 8%. ഇനിയും 8%. ഇത് എത്ര പേർക്കാണ് ഈ 8% എഫക്റ്റീവായിട്ട് വരുന്നത്? എയ്ക്കും ബിക്കും ഈ റിമൈനിങ് ആയിട്ടുള്ള ക്യാപിറ്റലിന്. അതായത് 2, 1, 1 കൂട്ടുമ്പോൾ 4. അതായത് 8% എഫക്റ്റീവ് റേറ്റ് എഫക്റ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ 4 ക്യാപിറ്റലിനെ ആയിരിക്കും. അതായത് എത്ര വരും? 2% ഡീവിയേഷൻ കാണും. ഇതിൻ്റെ മൈനസോ പ്ലസോ ഒന്നുമില്ലല്ലോ. മീൻസ് നോർമലി 8 എന്ന് പറയുന്നത് +8 ആയിരിക്കും. അതായത് 2% വർധനവ് കാണും. ഏതിനെ? നമ്മൾ അസ്യൂം ചെയ്ത, അതായത് 3 പേരും കൂടെ ചെയ്യുമ്പോൾ എഫക്റ്റീവ് റേറ്റ് 6% കാണുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആ 6%-ത്തേക്കാൾ 2%, 2ൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം, അല്ലെങ്കിൽ 2ൻ്റെ സൈൻ എത്രയാണെന്ന് നോക്കണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെങ്കിൽ ഈ 2% കൂടുതലായിരിക്കും 6-നേക്കാൾ എന്ത്? ആക്ച്വൽ വാല്യൂ ഓഫ് എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ വാല്യൂ ഓഫ് എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് 6 + 2 8% ആയിരിക്കും അല്ലേ? അപ്പോൾ മൊത്തത്തിൽ എല്ലാ ക്യാപിറ്റലിൽ നിന്നും കൂടെ 8% എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത്. അപ്പോൾ 8% ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് സമാനമാണ്?
528 രൂപ. അപ്പോൾ 1% എന്ന് പറയുന്നതോ 528/8. 4 കൂട്ടാൻ നേരം 13.2. അതായത് 66 കിട്ടി. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കത്തില്ലേ? 1% 66 ആ 100% എത്ര ആയിരിക്കും? 6600 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഡി, 6600 രൂപയായിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡീവിയേഷൻ സെറ്റായവർ മാത്രം ഈ മെത്തേഡ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എളുപ്പമുള്ള ക്വസ്റ്റിനെ കൺവെൻഷനിൽ ചെയ്താലും മതി. ഡീവിയേഷൻ ആണ് ഷോർട്ട് കട്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പുള്ളത് പറഞ്ഞു. നമ്മൾ എൻ്റയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സീരീസ് ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്സ് പറയാനായിട്ട് സമയം കളയുന്നില്ല. അതിനുവേണ്ടി ഒരു സീരീസ് നമ്മൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്? 20,000 രൂപ രാമു ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. 5 വർഷം കഴിഞ്ഞപ്പോൾ എത്ര കൊടുത്തു? എമൗണ്ട് 25,000 രൂപ കൊടുത്തു. അതായത് 5 വർഷം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതിനേക്കാൾ എത്ര രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു? 5,000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു. അതായത് 5 വർഷം കഴിഞ്ഞപ്പോൾ കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഓരോ വർഷം സിമ്പിൾ ഇൻട്രസ്റ്റ് ഓരോ വർഷവും ഈക്വൽ ആയിട്ട് ഓരോ എമൗണ്ട് വെച്ചല്ലേ കൂടി പോകുന്നത്. അപ്പോൾ 5 വർഷം കൊണ്ട് 5,000 കൂടിയെങ്കിൽ ഒരു വർഷം കൊണ്ട് എത്ര? 1000 റുപ്പീസ് കൂടണം. അതായത് 1000 വെച്ച് കൂടി ഓരോ വർഷവും കൂടി 5 വർഷമാകുമ്പോഴാണ് 5,000 രൂപയുടെ ഒരു മെച്യൂരിറ്റി പീരീഡിൽ 5,000 രൂപ അയാൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് 1000 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വന്നു, അഡീഷണൽ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ അഡീഷണൽ വരുന്ന എമൗണ്ട് ആണ് ഈ കോണ്ടെക്സ്റ്റിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റേറ്റ് പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു പ്രിൻസിപ്പിൾ വാങ്ങിച്ചിട്ടോ അല്ലെ ഇട്ടിട്ടോ ഉണ്ടെങ്കിൽ അതിനെ വെച്ച് നോക്കുമ്പോൾ ഓരോ വർഷവും എനിക്ക് എത്ര കൂടുതൽ കിട്ടും അത് ശതമാനത്തിൽ പറയുന്നതായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് 20,000 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, 20,000 രൂപയ്ക്ക് 1000 എത്ര ശതമാനമാണ്? അതായത് ഓരോ വർഷവും എത്ര കൂടി കിട്ടും എന്നുള്ളതാണ് ശതമാനം. അപ്പം 5%. അപ്പോൾ ആൻസർ എത്ര വരും? 5% വരും. അപ്പോൾ 5% അർത്ഥം എന്താ? ഓരോ 100 രൂപയ്ക്കും ഓരോ വർഷം കഴിയും തോറും 5 കൂടി വരും. ക്ലിയർ അല്ലേ? അപ്പം ആൻസർ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ 4 ആയിരിക്കും ഉത്തരം. ക്ലിയർ അല്ലേ? എങ്കിൽ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ആരും ഒരു സെർട്ടൈൻ സം അല്ലെ മണി ബോറോ ചെയ്തു, കടമെടുത്തു. ആദ്യത്തെ 3 വർഷം വരെ 5% പലിശ നിരക്ക് കൊടുക്കണമായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു വർഷം റേറ്റ് പെർസെൻറ്റേജ് സെയിം. ഒരു വർഷം കഴിയുമ്പോൾ 6%, എത്ര? 5%. ആദ്യത്തെ 3 വർഷത്തിലെ വരെ ഉള്ള ഓരോ വർഷത്തിലും 5% വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഒരു വർഷം 5% ആണെങ്കിൽ 3 വർഷം ആകുമ്പോഴോ മൊത്തത്തിൽ 15%. ഇട്ട പൈസ എത്രയാണോ അതിൻ്റെ 15% ആദ്യത്തെ 3 വർഷത്തിൽ പലിശയായിട്ട് പിടിക്കും. ഇതെങ്ങനെ? 5 × 3 അല്ലേ? ഒരു വർഷം 5%, അങ്ങനെ 3 വർഷം കൊണ്ട് 5 × 3 15% ടോട്ടൽ ഇതായിട്ട് പിടിക്കും. ടോട്ടൽ അല്ലെങ്കിൽ 3 വർഷം വരെ എഫക്റ്റീവായിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും പ്രിൻസിപ്പിളിൻ്റെ. ഇനി 15% പ്ലസ് അടുത്ത 3 കഴിഞ്ഞിട്ട് 4 വർഷം വരെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള 4 വർഷം ഓരോ വർഷവും 8% വെച്ച് 4 വർഷം വരെ പലിശ പിടിക്കും. ഇപ്പോൾ ഒരു വർഷം 8% എങ്കിൽ 4 വർഷമോ? ഒരു വർഷം 8% പിടിക്കും. 1-ന് 8 എങ്കിൽ 4-ന് എത്ര? 8 × 4 32%. അതായത് അടുത്ത 4 വർഷത്തേക്ക് മൊത്തത്തിൽ 32% പലിശ പിടിക്കും. ആൻഡ് അതിനും ശേഷം 7 വർഷത്തിനും ശേഷമാണെങ്കിൽ 16% പലിശ പിടിക്കും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എത്ര വർഷം പറയുന്നുണ്ട്? 13 വർഷം പറയുന്നില്ലേ? ഇപ്പോൾ ഓൾറെഡി എത്ര വർഷമായി? 3, 4, 7 വർഷമായി. ഇനി 13 വർഷം ആവാനായിട്ട് എത്ര വർഷം കൂടെ ഉണ്ട്? 3 + 4 7 ഇനി 13 വർഷം കൂടെ പോകണം. അതായത് 13 - 7 6 വർഷം കൂടെ ഇനി അടുത്ത പലിശ പിടിക്കും. ആ 6 വർഷം എത്ര ശതമാനത്തിലാണ് പലിശ പിടിക്കുന്നത്? ഓരോ വർഷവും 16 വെച്ചിട്ട്. അപ്പോൾ ഓരോ വർഷവും 16 വെച്ചിട്ട് 16 × 6 96% ആയിരിക്കും മൊത്തത്തിൽ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് പലിശ പിടിക്കുന്നത്. അപ്പം ഈ കാലയളവിൽ അത്രയും 13 വർഷം അത്രയും എനിക്ക് പിടിച്ച പലിശ എന്ന് പറയുന്നത് 15 + 32 + 96 എത്ര വരും? 8, 128, 15, 143. ഓക്കെ, അപ്പം 143% എന്ന് പറയുന്നതാണ് എത്ര രൂപ?
ഇത് ടോട്ടൽ ഇൻട്രസ്റ്റ് അല്ലേ, ടോട്ടൽ ഇൻട്രസ്റ്റ് ശതമാനത്തിൽ പറയുന്നത് തന്നെയാണ് രൂപയിൽ പറയുന്നത്. അതായത് 143%, ഇട്ട പൈസയുടെ 143%മാണ് 13,730 രൂപ. എങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും? 15,730/143. അങ്ങനെയെങ്കിൽ 100%. ഇട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100%, എപ്പോഴും 100% എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ആയിരിക്കും, ഇട്ട അല്ലെങ്കിൽ വാങ്ങിച്ച പൈസയായിരിക്കും. 100% എന്ന് പറയുന്നത് 15,730/143 ഇൻറ്റു 100, 143 ഇൻറ്റു 11. ഓക്കെ, അപ്പോൾ 11,000 രൂപയായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ 4 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്കങ്ങോട്ടുള്ള ടോപ്പിക്സ് വെച്ചിട്ടുള്ള സ്പീഡ് മോക്ക് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അത് കാണുന്നവരേക്കും ബൈ.